ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. മഴയൊക്കെ ആസ്വദിച്ച് വീട്ടിലിരിക്കുകയാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെയും കൊണ്ടൊരു യാത്ര പോവാം. അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് യാത്ര പുറപ്പെടാം അല്ലേ? ഇന്നും ഊട്ടിയുടെ മനോഹര കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. തേയിലത്തോട്ടങ്ങളും എല്ലാം നിറഞ്ഞ്, പ്രകൃതി ഭംഗി നിറഞ്ഞ് ആ സ്ഥലങ്ങളെല്ലാം കാണാം നമുക്ക്. നീലഗിരിയുടെ സഖികളെ എന്ന പി ജയേന്ദ്രൻ പാടിയ മണിതീരാത്ത വീടെന്ന സിനിമയിലെ പാട്ട് വേണമെന്ന് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കൂട്ടുകാരൻ അഭിപ്രായപ്പെട്ടിരുന്നു. അത് ഞാൻ ഒക്കെ കിട്ടുന്നത് ഇതിനായിട്ട് ഇനി വരുമോ എളുപ്പം? ഈ ജീവിതത്തിൽ തന്നെ വന്നൊന്നും വരില്ല. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഇപ്പം തന്നെ വരണം. എത്ര പകർത്തിയാലും മതിയാവാത്ത കാഴ്ചകൾ. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ മനസ്സിൽ പകർത്തി, അല്ലാതെ മുഴുവനും വീഡിയോയിൽ പകർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സിംസ് പാർക്കിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോണത്. സ്ലീപ്പിംഗ് ബ്യൂട്ടി വ്യൂ. അപ്പോൾ അവിടേക്കാണുള്ള യാത്ര. മലകൾ കയറിയും ഇറങ്ങിയുള്ള യാത്ര, മനോഹരമായ യാത്ര. ചില ഭാഗത്ത് അഗാധമായ കൊക്കുകൾ കാണാം, ചില ഭാഗത്ത് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അവസാനത്തിലൊരു സർപ്രൈസ് ഉണ്ട്. കുറച്ച് ഭാഗം ഒരു പ്രിയപ്പെട്ട സിനിമയുടെ, അതായത് ഭയങ്കര ഹിറ്റായ ഒരു സിനിമയുടെ ശബ്ദരേഖ ഉണ്ട് അതിൽ. അതേതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അതൊന്ന് കമൻറ്റ് ചെയ്യും. അതേത് സിനിമയുടെ ശബ്ദരേഖ എന്നുള്ളത്. കുറേ ഭാഗമുണ്ട്. അവിടെ ഒരു ചായക്കടയൊക്കെ കണ്ട് അവിടെ ചായപ്പൊടിയും മേടിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എഴുതിച്ചാണ്. അവിടെ നിന്നും കുറേ ദൂരം പോന്നിട്ടാണ് ഈ സ്ഥലം. കുറച്ചും കൂടിയും സൈൻ ബോർഡുകൾ വേണമെന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. അത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള സൈൻ ബോർഡ്സും വേണമെന്നുള്ളത്. എല്ലാ ഭാഗത്തും തമിഴ് തന്നെയാണ് മെയിനായിട്ട്. ഇംഗ്ലീഷ് വല്ലയിടത്തും കണ്ടെങ്കിലേ ഉള്ളൂ. നമുക്കിപ്പോൾ എല്ലാവർക്കും തമിഴ് അറിയണമെന്നില്ലല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വഴിക്കൊക്കെ യാത്ര പോകുന്നവർ ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ, ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊന്നും ആരും കയ്യിൽ കരുതണ്ട കേട്ടോ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വെള്ളം കൊണ്ടുപോകാതിരിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, ഫ്ലാസ്കിൽ ചായ വേണമെങ്കിൽ ചായ, അല്ലാതെ അങ്ങനെ കടകളൊന്നും കിട്ടില്ല നിങ്ങൾക്ക്. കുറേ ദൂരത്തേക്ക് വെറും കാട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ വഴിക്കൊക്കെ പോകാൻ എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് യാത്ര. അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യവെളിച്ചം വരുമ്പോൾ നല്ലൊരു ഭംഗി. അന്തരീക്ഷത്തിൻ്റെ കൂർമ്മ നമ്മുടെ കണ്ണിലും മനസ്സിലും നിറയും. അത്രയ്ക്കും മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ദേവി നമ്മളങ്ങനെ മാടി വിളിക്കണ പോലെയാണ്. അത്രയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് കാണുന്നത്. നിറയെ കെട്ടിടങ്ങളും നിറയെ ബഹളമുള്ള ട്രാഫിക്കുകളും ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നും ഇങ്ങനെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം നിറയാണ്. അങ്ങനെ സ്ലീപ്പിംഗ് ലേഡി വ്യൂവിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അവിടെ എത്തി. അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മീതെ കയറി നിന്നിട്ട് കാണുന്ന കാഴ്ചകളാണിത്. അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഇതാണ് സ്ലീപ്പിംഗ് ലേഡി. അത് അവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്ക് അത് നമ്മുടെ ഭാവനയിൽ ശരിക്കും സ്ത്രീ കിടന്ന് ഉറങ്ങണ പോലെ തന്നെ തോന്നും. പിന്നെ ദൂരെയായിട്ട് ബഗാസുരമല കാണുന്നുണ്ട്. അവിടെ ആണ് ബഗാസുരൻ എൻ്റെ കൊട്ടാരുണ്ടായിരുന്നതെന്നും ബഗാസുരനെ ഭീമൻ വധിച്ചത് അവിടെ വെച്ചാണെന്നൊക്കെയാണ് ഐതിഹ്യം എന്ന് അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു തന്നു. ഒത്തിരി പ്രായം ഉള്ളൊരു മനുഷ്യൻ.
അതിന് എന്തായാലും മലയുടെ പേര് ബഗാസുര മല എന്നാണ്. എല്ലാവർക്കും അറിയാലോ മഹാഭാരതത്തിൽ ബഗാസുരനെ ഭീമൻ വധിക്കുന്നത്. ഭക്ഷണം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ആ കഥ അറിയാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാനത് പിന്നെ വിസ്തരിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ദൂരെയായിട്ടൊരു വീടിൻ്റെ പിക്ചർ കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സൂം ചെയ്തെടുത്തതാണ്. പിന്നെ കുറേ ദൂരെയായിട്ട് സൂയിസൈഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞു. അവിടേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. താഴത്തേക്കൂടെ നിറച്ചും വണ്ടികളിലെ ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങൾ മുകളിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചകളാണ്, കുറേ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. വെറുതെ ഒന്നും കണ്ടില്ല. ഒരു ദൂരദർശിനിക്കുള്ളിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ അതിൽ നോക്കിയിട്ട് ആദ്യത്തിലൊന്നും കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ വെയിലത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ പയ്യൻ അതിങ്ങനെ പോയിൻ്റ് ചെയ്ത് കാണിച്ചു തന്നപ്പോൾ സൂയിസൈഡ് പോയിൻറ്റും ഈ ബഗാസുരമലയും സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇവിടെയൊക്കെ ചിത്രങ്ങളൊന്നും കൂടി മനസ്സിൽ പതിഞ്ഞു. അല്ലാതെ ഒന്നും കണ്ടിരുന്നില്ല ശരിക്കും. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ദൂരദർശനങ്ങളൊന്നും അത്രയ്ക്കായിട്ട് കാണില്ല. താഴത്തെ കുരങ്ങന്മാരുണ്ട്. ചെറിയ കുരങ്ങന്മാരാണ്, കുഞ്ഞിക്കുരങ്ങന്മാർ, കുട്ടിക്കുരങ്ങന്മാർ. പാവമായിട്ടവർക്ക് പ്ലാസ്റ്റിക് ഷീറ്റാണ് കൊടുത്തേക്കണേ. വിഴുങ്ങാതിരുന്നാൽ മതിയിട്ട്. ഇങ്ങനെ ആയിരം റൂൺസ് ഓഫ് ഹിൽസ് എന്ന സൂപ്പർ മാർക്കറ്റാണിത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. ലാൻഡ്സ് റോക്ക് റോഡ്, സ്ലീപ്പിംഗ് ലേഡി, പോയൻ, യൂറൻസി. ഇതായിരിക്കും കറൻസി എന്ന് വായിച്ചിട്ട്. യുറൻസി. അവരുടെ ഫോൺ നമ്പർ കൊണ്ട് അവർ സാധനങ്ങൾ വേണമെങ്കിൽ പാർസൽ ചെയ്ത് തരും. നല്ല മസാല ടീ ആയിരുന്നു കേട്ടോ. ജോലിയുടെ പല വേദനകൾക്കൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അവിടെ കണ്ട ഒരു ചെറിയ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, ഭക്ഷണം നമ്മൾ കരുതണമെന്ന്. കടയിലത്തെ ഭക്ഷണം കുഴപ്പമില്ല എന്ന് മാത്രം. പക്ഷേ അവർ ചാർജ് വല്ലാതെ മേടിക്കുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും ആൾക്കാരെ കിട്ടുമ്പോൾ അവർ ചാർജ് വാങ്ങുന്നതാണെന്ന് അവരെന്നെ സമ്മതിച്ചു. ഇനി ഞങ്ങളിത് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും യാത്രയാണ്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ. അപ്പോൾ അവിടെയും ഒരു അമ്പലം കണ്ടു, അതാണ് കണ്ടത്. ഇനി ഞങ്ങളിതാ ഇവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ അവിടെ ഇറങ്ങി നിന്ന് ചിത്രങ്ങൾ പകർത്തുകയാണ്. കുറച്ച് പേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ കേട്ടോ. പക്ഷെ ആ കാഴ്ചകൾ അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമാണ്. അവിടെ നിന്ന് സൂം ചെയ്തെടുത്ത കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെയും ഒരു ചെറിയ കടയുണ്ട്. ആൾക്കാർ അവിടെ ഇറങ്ങി നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഈ തോട്ടത്തിലേക്ക് ഇങ്ങോട്ട് കയറി പോവാച്ചാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട്.
ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ എപ്പോഴാണ് കെട്ടിമറിഞ്ഞ് വീഴുക എന്ന് പറയാൻ പറ്റില്ല. അതേപോലത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ കൊളുന്തെന്നുള്ള ആൾക്കാരെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇതൊക്കെ കാണുമ്പോൾ എന്താ വിചാരിക്കുക, ചിത്രം വരച്ച പോലെ തോന്നുന്നില്ലേ? ശരിയാണ്, പ്രകൃതി എന്ന ചിത്രകാരൻ വരച്ച ചിത്രങ്ങൾ എന്താ ഭംഗിയില്ലേ. തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ കുറേ ചിത്രങ്ങൾ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ അവിടെ മേക്കപ്പ് ഇട്ടിട്ട്, മേക്കപ്പല്ല, ഡ്രസ്സ് ഒരു പ്രത്യേകതരം സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടത്. അതൊരു ഫോട്ടോയ്ക്ക് 200 രൂപയാണ് അവർ വാങ്ങുന്നത്. എന്തായാലും ഞങ്ങളതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ ഡ്രസ്സൊക്കെ തരും, അതൊക്കെ നമ്മളെ അണിയിച്ചൊരുക്കി അവർ തന്നെ ഫോട്ടോ എടുത്ത് തരും. അത് അപ്പം തന്നെ അവർ ഡിലീറ്റ് ചെയ്യും കേട്ടോ, വേണ്ടാന്ന് പറഞ്ഞാൽ. അപ്പം ഞാനതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ 38ാം വാർഷികത്തിൻ്റെ ഫോട്ടോ. ഞങ്ങളുടെ 38ാം വിവാഹ വാർഷികമാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിൽ വെച്ചിട്ടുള്ള പ്രണയരംഗമാണ് 38ാം വാർഷികത്തിൻ്റെ പ്രത്യേകത. ശ്രദ്ധിച്ചേട്ടോ. ആ, ബി കെയർഫുൾ. കുറച്ചേരം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാൽ ഞാൻ നല്ല കണ്ണത്താ ദൂരം വരെ. അതിൻ്റെ അറ്റത്ത് മലയുടെ മേലുള്ള ബിൽഡിങ്ങൊക്കെ കാണാം. ചായയുടെ എസ്റ്റേറ്റോ മറ്റോ ആണ്. അല്ല, അത് വീഡിയോ ആണ്. അല്ല, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു വോണ്ട്. കാഴ്ചകൾ കണ്ടുന്ന സമയം പോണതറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഞങ്ങൾ രാവിലെ പോകുമ്പോൾ, അതായത് ഒരു 11 മണി കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ വഴിക്ക് പോയത്. ആ സമയത്ത് ഇവിടെ എത്താനായപ്പോൾ ഒരാളോട് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ മാപ്പൊന്നും ശരിക്കും കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ വഴി തെറ്റിച്ച് വിട്ടു. അപ്പോൾ നമുക്ക് വീണ്ടും സംശയം തോന്നി അത് ശരിയാണോ എന്ന്. അപ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വഴിക്കൊന്നും വണ്ടികൾ പോവില്ല, നിങ്ങൾക്ക് പോകേണ്ടത് നേരിട്ടാണെന്ന്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ എന്താ അങ്ങനെ പറയണേ വെച്ചാൽ, അത് നിങ്ങൾക്കും ഒരു മുൻകരുതലാവാൻ വേണ്ടിയിട്ടാണ്. ആരോടെങ്കിലും വഴി ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കി പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂന്നൂരിനോട് വിട പറയുകയാണ്. കോട്ടഗിരി വഴിക്കാണ് ഇനിയുള്ള യാത്ര. കോട്ടഗിരി വഴിക്ക് കോയമ്പത്തൂർക്ക് വരികയാണ്. പോകുന്ന വഴിക്ക് പറ്റിയെങ്കിൽ ജയലളിതയുടെ പാലസ് കാണാം, പിന്നെ ഒരു വെള്ളച്ചാട്ടം കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യാത്ര. നടക്കുമോ എന്തോ.
പക്ഷെ കാണാൻ കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കേട്ടോ. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ദേ കാട്ടുപേട്ടു റേഞ്ച് ഓഫീസ് കണ്ടു. ഏതാ സ്ഥലം ഒന്നും എനിക്കറിയില്ല, അവിടെ എഴുതിയത് വായിച്ചതാണ് കേട്ടോ. ഇതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും എനിക്കറിയില്ലേ. ഉണ്ടായിരുന്നോ? സൂക്ഷിച്ചോട്ടോ, ഈ മ്യൂസിയത്തിലൊക്കെ പൊട്ടി എപ്പോഴും തലക്കൂടെ വീഴുന്നത് പറയാൻ പറ്റില്ല. Rino, it was a joke. Very funny. You okay? വെള്ളാട്ടപ്പൊക്കെ പോലെ. Rino, if you ask me to rate your humor sense. എന്താണത്? സച്ചിൻ അമൽ. ഞാൻ റീനു, ഇത് ടാപ്പിക. വന്നപ്പോ എന്താ പ്രശ്നം? നല്ലത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വട്ടം ചാടി മലയോ അമ്പലോ അങ്ങനെ എന്തൊക്കെ കാണാൻ പോകുന്നത്. അഭിപ്രായിക്കുന്നത് കണ്ടായിരുന്നു. ഇത് പണ്ടാവും എവിടെയാണ് കൊണ്ടുവരുത്തി കണ്ടന്റിനെ എടുക്കുക. ഇത് ഞാൻ വീട്ടിൽ കളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്ററാണ് ലാഭം. അന്ന് നോക്കാം. ഇനി കുറുക്ക് വഴിയൊന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ എടുക്കാം. എന്റെ മോനെ സ്വന്തം മോടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും ഭക്ഷണം ഉണ്ടാവില്ല നിന്റെ മോക്ക്. പറയാൻ പറ്റില്ല. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഇതൊന്ന് പഴോ പഴങ്കാക്കാണെങ്കിൽ കൊരങ്ങനെ പോണ വഴി കഴിക്കാൻ ബാറ്റോട്ട് അതിനിപ്പോ എന്താ വായോ ഒരു മണിക്കൂർ അപ്പൊ ബാക്കിയ നോ വേ നോ വേ നോ വേ. ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്, പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ ഒന്നറിയണോ പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ല. അല്ല ഞാൻ തന്നെ 1/2 മണിക്കൂർ മാറിയതോടെ എന്തൊക്കെ സംഭവിച്ചത്? എനിക്കാണെങ്കിൽ ദിശ കൊണ്ടത് വളവരിയിലായി പോയി. ഞാനൊരു പ്ലാൻ ചെയ്യാം, എന്നിട്ട് ഇവിടെ വരാം. എന്റെ പൊന്നാദ്യത്തെ സീനാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കടുത്ത് ലോഗ് ചെക്ക് ചെയ്യാനുള്ളതാ. റീനു എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഇവിടെ പോകാൻ പറ്റില്ല. നിങ്ങൾ സീനിയുടെ തമ്മിൽ ഇവിടെ പോയാൽ മതി. റീനു ഡോണ്ട് ബി അപ്സെറ്റ് ചെയ്യാ. ശരിയാണ്, ഒരു പുരുഷൻ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതല്ല. യുവർ ചോയ്സ്. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാനത്ര ഉദ്ദേശിച്ചുള്ളൂ. റീനുവിന് അത്രയ്ക്ക് യു ഷോ നീ നല്ല പറഞ്ഞു ശ്രദ്ധിച്ച ഇവിടെ നിൽക്കാൻ റീസണിലേക്ക് പോകുന്നതാണ് നല്ലത്. അതിന് വേറെ ഒരർത്ഥം കൂടി. ഇവിടെ നിൽക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നല്ല അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ മോനെ ഈ പെൺപിള്ളേര് പറയണ കോഡ് ഭാഷ ടീ കോഡ് ചെയ്തിട്ട് അതിനൊക്കെ ഒരു അർത്ഥം കണ്ടുപിടിക്കില്ലട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളൂ. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുള്ള പ്രത്യേകിച്ച് പ്രേമ മനുഷ്യന്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി വെക്കും. ഏതാ മണ്ട വണ്ടി എടുക്കും. എങ്ങോട്ട് കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കട്ടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞ ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടോ? ഞാൻ വന്നല്ലേ, നീ വന്നിട്ട് നമുക്ക് അവിടെ തിരികെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ. വളരെ താഴെ ദൂരെയായിട്ട് ഇതാ മേട്ടുപ്പാളയം പട്ടണത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നല്ലൊരു ഭംഗിയുള്ള കാഴ്ച അത്. കാണാമെന്ന് പറഞ്ഞിരുന്ന വെള്ളച്ചാട്ടവും ജയലളിതയുടെ കൊട്ടാരവും ഒക്കെ കഴിഞ്ഞു പോയിട്ടോ. ആ വഴിയെ കൂടെ വന്നില്ല, അതിലേക്ക് തിരിക്കാൻ മറന്നുപോയി. അയ്യോ അത് പറയാൻ പറ്റുമോ?
അതിന്റെ റൂഫ് ജാമ വെയിലുള്ള ആ ഡെയിലാണ്. ഹൈദരാബാദ് വരെ ഇങ്ങനെ പോകണോ? എടാ എന്നാ സ്പീഡിലെങ്കിലും പോകും. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം? എന്നാ എന്റെ പ്രമാണം അങ്ങനെയല്ല. അവളുടെ ദിവസം ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം. ഇവൻ ആളിത്തിരി പെശക, കയ്യിൽ നിൽക്കില്ല. അതല്ല, ഞാൻ ഒപ്പിക്കോളാം. സൈഡാക്കും. സോറി സോറി സോറി. ബ്രേക്ക് ചോറോ കേട്ടോ, അത് ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പാനിക്കാവുന്ന നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവർക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജ് പഠിക്കുമ്പോൾ എന്തോ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. നല്ല ഹെയർ പിൻ വളവും കോട മൂടി കിടക്കുന്ന താഴ്വരകളും എല്ലാം കൂടി നല്ലൊരു കാഴ്ച. ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്ന് പറയാം സത്യം പറഞ്ഞാൽ. തോമസ് എന്താ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ? റേഡിയോയിൽ കാലി ചുറ്റി അവള് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ വരട്ടെ? എന്താ വരട്ടെ? കാർത്തിക ഇവിടെ ഇരിക്കും. കുറച്ച് എന്താ കാർത്തിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ. മനസ്സിലായാ മതി. ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കമ്മിറ്റഡ് ആണ്. അതിനൊന്നുമില്ല. ഓ ഓ ഓ ഇയാൾ കാർത്തിക കമ്മിറ്റഡാണ്. ബൈ പിന്നെ എന്താ തുറന്ന് സംസാരിക്കാനുള്ളത്? ഏതാണ് ഇവന് റീനിന് ഭയങ്കര ഇഷ്ടമാണ്. റോക്ക് ഫോൾ ഏരിയ ആണെന്നുള്ള സൈൻ ബോർഡ് കണ്ടു സൂക്ഷിച്ച് പോകാൻ പറഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും പാറക്കെട്ടുകൾ ഉരുണ്ട് വീഴുത്ര. ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയാണ്. എന്തായാലും നല്ല രസമുള്ള യാത്ര കേട്ടോ. നമ്മൾ കോട്ടഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തെ കൂടെയാണ് പോണത്. അത് കഴിഞ്ഞ് പോയി ജയലളിതയുടെ പാലസ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പോയി എന്നാണ് പറയണത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ കോയമ്പത്തൂർക്ക് പോവാണ്. അത് കഴിഞ്ഞ് തൃശ്ശൂർ വഴി വീട്ടിലെത്തും. ഇന്ന് രാത്രി പാതിരയാവും തോന്നുന്നു വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ യാത്രകളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേ വീണ്ടും ഒരു ഹെയർ പിൻ വളവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പല വളവും തിരിവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോഴൊക്കെ ഭയപ്പെടാതെ നമ്മുടെ ജീവിതയാത്ര തുടരുക. ജീവിതത്തിൻ്റെ രസം അറിയണമെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില യാത്രകളൊക്കെ നടത്തണം. അത് ചെറിയ നാട്ടിൻപുറങ്ങളിൽ കൂടി എവിടേക്കാണെങ്കിലും ഒരു യാത്ര പോവുക ഇടയ്ക്ക്. അത് തനിയോ കൂട്ടുകാർ കൂടിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മളൊരു ഉന്മേഷം നിറയ്ക്കും. അത് നമ്മുടെ ജീവിതയാത്രയെ കൂടുതൽ മനോഹരമാക്കും. ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള യാത്രയ്ക്ക് എൻ്റെ കൂടെ നിങ്ങളുണ്ടാവില്ലേ? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് യാത്ര തുടരാം. അപ്പോൾ പുതിയ വീഡിയോ കണ്ടുമുട്ടുന്നത് വരയ്ക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്ടിൽ.